ഹായ് ഹലോ വെൽക്കം ഓൾ ടു ദ ന്യൂ വീഡിയോ. ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ ഇപ്പോൾ വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോ സോഹൻ സീനുള്ള ചേട്ടൻ പറഞ്ഞു. പക്ഷെ അതിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനോട് എനിക്കൊരു ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യം, ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല. അപ്പൊ എൻ്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന കാര്യം, വിരാട് കോഹ്ലിയും തമന്നയും ഞാനുമായിരുന്നു ആ കേസിലെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാനല്ലോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. അപ്പൊ പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവിലേജ് അപ്പം, അല്ലേ? അപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റണ്ടേ? അഹാന എന്നുള്ളത് ഇനി നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല. കാര്യം ഒരാളില്ല, അല്ലെ? എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കണം. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയിട്ട്, പക്ഷേ അഹാനക്ക് പറയാം, അഹാന പറയുന്നത് ഇനി നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും. കാര്യം മനുവില്ല, അതായത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തോട് പോയിട്ട് കാര്യമില്ല, ഒരു ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനുവായിട്ടുള്ള ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു, മനസ്സിലായി? ഞാൻ അയാളുടെ കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മനസ്സിലായി? അപ്പൊ അത് പറഞ്ഞത്. പക്ഷെ ആ ഒരു ബന്ധമുണ്ട്, ആ ബന്ധമാണ് മൈ സെക്കൻഡറി, ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴി. എൻ്റെ അവസാനത്തെ ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് എനിക്ക്. അപ്പൊ എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാൾ ഇതുപോലെ ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ വേറെ പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം രണ്ട് കൂട്ടർ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരാണ് പൊതുവെ. ഒരിക്കലും നമ്മൾക്ക് ഇഷ്യൂ വരുമ്പോൾ ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, നിങ്ങളുടെ സഹായം വേണ്ട. ഞാൻ അതെങ്ങനെ ചെയ്യും? ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എന്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിലേക്ക് പോയി കാണും. ഞാൻ മീഡിയയിൽ വന്ന് പറയാറുണ്ടോ?